പക്ഷേ ഈ സെയിൽ ക്ലോസ് ചെയ്തത് വളരെ രസകരമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ്. എനിക്ക് ആ ക്ലോസിംഗ് ആണ് ഇവിടെ പറയേണ്ടത്. ഈ സെയിൽ ക്ലോസ് ചെയ്യാൻ കാരണം ഒരു കളറാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു അതിഥി തൊഴിലാളികളുടെ ഏരിയ. അപ്പം ഇവിടുന്ന് എനിക്കൊരിക്കലും ഒരു എൻക്വയറി കിട്ടി. പക്ഷേ എൻക്വയറി കെയിം ഫ്രം ദുബായ്. മകളാണ് എൻക്വയറി ചെയ്തത്. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. ഒറ്റ മോളേ ഉള്ളൂ. അപ്പം നോബഡി ഈസ് ദെയർ ടു ടേക്ക് കെയർ ഓഫ് ദം. അപ്പം ഞാനും ടിപ്പിക്കൽ ഒരു എൽഡർ കെയർ ആണ് എക്സ്പെക്റ്റ് ചെയ്തത്. അപ്പം നമ്മൾ സൈറ്റ് കാണിക്കുന്നു. നോർമലി തന്നെ ഒരു കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഫാദർ, പ്ലസ് അമ്മ വളരെ അഫെക്ഷനേറ്റ് ആയിട്ടുള്ളൊരു അമ്മ. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഈ മകളുടെ മക്കളും കുഞ്ഞു കുട്ടികളായിരുന്നു, അവരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, കാര്യങ്ങൾ വരുന്നു. പക്ഷേ ഫൈനലി സ്വന്തം വീടുള്ളപ്പോൾ പിന്നെ എന്തിനായത്, അതാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഈ സെയിൽ ക്ലോസ് ചെയ്തത് വളരെ രസകരമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ്. എനിക്ക് ആ ക്ലോസിംഗ് ആണ് ഇവിടെ പറയേണ്ടത്. ഈ സെയിൽ ക്ലോസ് ചെയ്യാൻ കാരണം ഒരു കളറാണ്. കാരണം ഈ സമ്മതിക്കാതിരുന്ന ആളൊരു 2 months കഴിഞ്ഞിട്ടും എനിക്ക് റെസ്പോൺസ് ഒന്നുമില്ല. ലൈക്ക് ദേ സെഡ് വി ആർ നോട്ട് ലുക്കിംഗ് ഫോർ ദ അപ്പാർട്ട്മെൻറ്റ്. സ്വന്തം വീടുള്ളപ്പം അച്ഛന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഒരു 2 months കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ദുബായിൽ നിന്ന് മകളുടെ കോൾ വന്ന് നോക്കിയിരുന്ന അപ്പാർട്ട്മെൻറ്റ് ഉണ്ടോ എന്നും. പറഞ്ഞു മാം അതില്ല, ആ ഫ്ലോർസ് നമുക്ക് പോയിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഫ്ലോർ ഈസ് അവൈലബിൾ? ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫ്ലോർ ചെയ്യാൻ മാക്സിമം ഐ ട്രൈ ടു ഗിവ് യു വൺ. നോക്കിയിരുന്ന സെയിം അപ്പാർട്ട്മെൻറ്റിൽ തന്നെ വരണം. നിങ്ങൾ നോക്കിയ ഫ്ലോറില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ജയശങ്കർ, വാട്ട് ബി ദ ബെസ്റ്റ് പ്രൈസ് യു ക്യാൻ ഗിവ് മീ? ഒക്കെ പ്രൈസിങ് വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എന്തൊക്കെ കാര്യം പറയുന്നത്. ഈ സെയിലും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആളെന്തൊക്കെ പറയുകയാണ്, ആ ലാസ്റ്റ് വീക്കിൽ ഇവർ താമസിച്ചിരുന്ന ഈ പറഞ്ഞ പർട്ടിക്കുലർ ഞാൻ പറഞ്ഞ ആദ്യം അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ തന്നെ ജസ്റ്റ് അവരുടെ ഒരു ആ വീട്ടിൽ കള്ളം കയറി. ആൻഡ് ഇവരെ പേഴ്സണലി ഫിസിക്കൽ അസൾട്ട് ഒന്നും ചെയ്തില്ല. ബട്ട് സംബഡി ഹാസ് ട്രൈഡ് ടു ഗെറ്റ് ഇൻസൈഡ്. ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അപ്പം മകള് തീർത്ത് പറഞ്ഞു നിങ്ങൾക്ക് പറ്റത്തില്ല. അവസാനം ഫാദറിന് സമ്മതിക്കേണ്ടി വന്നു. ആൻഡ് ഇതൊരു മേജർ കൺസേൺ ആണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു പെർട്ടിക്കുലർ സെനാരിയോയിൽ മലയാളികൾക്ക് ഈ പറഞ്ഞ ഒരു ലൈക്ക് ഡിപ്പെൻഡൻസി ഇല്ലാതെ പറ്റത്തില്ല. ദേ ജസ്റ്റ് ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ഇതുപോലുള്ള ലേബറിനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ പാരലലി സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളും കൂടുതലാണ്. അപ്പോൾ ഐ ഡോണ്ട് സേ ഇപ്പം ഞാൻ അവിടെ കയറിയതൊരു അതിഥി തൊഴിലാളി ഒരു കള്ളനോ ആയിരിക്കും എന്നല്ല, ഞാൻ ലൈക്ക് ഒരു പുറത്തുനിന്ന് വന്ന ഒരാളോ ആയിരിക്കും എന്നല്ല. ബട്ട് ഇഫ് ദ പേരൻസ് ആർ ലിവിങ് എലോൺ, ഡെഫിനറ്റ്ലി സേഫ്റ്റി ഈസ് എ മേജർ കൺസേൺ. യു ആർ സപ്പോസ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്.